കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF നേടിയ ഐതിഹാസിക വിജയത്തിന് പിന്നാലെ മുന്നണിക്കുള്ളിലെ നേതൃത്വ ചർച്ചകളിൽ നിർണായക നിലപാടുമായി മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശൻ തന്റെ ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിയെന്നും ICCയുടെ തീരുമാനം ശരിയായിരുന്നുവെന്ന് ഈ വിജയം തെളിയിച്ചുവെന്നും ഷാജി വ്യക്തമാക്കി. സതീശന്റെ നേതൃപാടവത്തെ വാനോളം പ്രശംസിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി രംഗത്തെത്തിയത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കഴിഞ്ഞ കുറച്ചു കാലമായി VD സതീശൻ നടത്തിയ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങൾക്കും ജനകീയ ഇടപെടലുകൾക്കുമുള്ള കൃത്യമായ അംഗീകാരമാണ് മുന്നണിക്ക് ലഭിച്ച 102 സീറ്റുകളെന്ന് ഷാജി അടിവരയിട്ട് പറഞ്ഞു. VD സതീശൻ ഈ പദവിക്ക് അനുയോജ്യനാണെന്ന് ICCയുടെ മുൻകാല നിഗമനം 100% ശരിയാണെന്ന് ഈ തിരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചിരിക്കുകയാണെന്നും തനിക്ക് ലഭിച്ച ഉത്തരവാദിത്തം അദ്ദേഹം അങ്ങേയറ്റം ആത്മാർത്ഥതയോടും കൃത്യതയോടും കൂടി വിനിയോഗിച്ചതാണ് UDFന്റെ ഈ ഐതിഹാസിക വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിജയത്തിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോരുകളും തർക്കങ്ങളും തലപൊക്കുന്ന സാഹചര്യത്തിൽ ഷാജി നൽകിയ ഈ പരസ്യ പിന്തുണയ്ക്ക് രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുണ്ട്. ജനങ്ങൾ നൽകിയ ഈ വലിയ ജനവിധിക്ക് കാവലാളാകണമെന്നും അധികാരത്തെ ചൊല്ലിയുള്ള അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെട്ട് വിജയത്തിന്റെ ശോഭ കെടുത്തരുതെന്നും അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തിന് കർശനമായ മുന്നറിയിപ്പ് നൽകി. ജനവികാരം ഉൾക്കൊണ്ട് ഐക്യത്തോടെ മുന്നോട്ടു പോകേണ്ടതിന്റെ അനിവാര്യതയാണ് തന്റെ വാക്കുകളിലൂടെ KM ഷാജി വ്യക്തമാക്കിയത്. UDFിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗ് ഭരണ തുടർച്ചയുടെ ഈ വേളയിൽ കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾക്കായി സമ്മർദ്ദം ചെലുത്തണമെന്ന തരത്തിൽ പരക്കുന്ന അഭ്യൂഹങ്ങൾക്ക് KM ഷാജി കൃത്യമായി മറുപടി നൽകി. മുന്നണിയിൽ നിലവിലുള്ള അധികാര വിഭജന രീതി അഥവാ സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ടു പോകാനാണ് ലീഗ് ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ ഐതിഹാസിക വിജയത്തിന്റെ പേരിൽ യാതൊരുവിധ പുതിയ അവകാശവാദങ്ങളോ അധിക ഡിമാൻഡുകളോ ഉന്നയിക്കാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. വിജയത്തിൽ മതിമറന്ന് അധികാരത്തിന് പിന്നാലെ പോകുന്നതിന് പകരം 102 സീറ്റുകൾ നൽകി മുന്നണിയെ വിശ്വസിച്ച് ജനങ്ങളോട് പൂർണ്ണമായും നീതി പുലർത്താനാണ് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അനാവശ്യമായ അധികാര തർക്കങ്ങൾ ഒഴിവാക്കി ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കണമെന്ന ഉറച്ച നിലപാടാണ് മുസ്ലിം ലീഗിന്റേതെന്ന് തന്റെ വാക്കുകളിലൂടെ അദ്ദേഹം അടിവരയിട്ടു. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ UDFിനെതിരെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ച രൂക്ഷമായ വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടിയുമായി KM ഷാജി രംഗത്തെത്തി. വെള്ളാപ്പള്ളിയുടെ അത്തരം പ്രസ്താവനകൾ യഥാർത്ഥത്തിൽ UDFന് തിരിച്ചടിയല്ല, മറിച്ച് വലിയ രീതിയിലുള്ള ഗുണമാണ് ചെയ്തതെന്ന് അദ്ദേഹം പരിഹസിച്ചു. സമൂഹത്തെ നേരിട്ട് ബാധിക്കുന്ന സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ സ്പർശിക്കുന്നതോ ആയ എന്ത് വിഷയമാണ് വെള്ളാപ്പള്ളി ഏറ്റെടുത്തിട്ടുള്ളതെന്ന് അദ്ദേഹം ചോദിച്ചു. രാഷ്ട്രീയമായി ഇത്തരം കടന്നാക്രമണങ്ങൾക്കിടയിൽ മുസ്ലിം ലീഗ് ജനകീയ പ്രശ്നങ്ങളിൽ ഉറച്ചു നിന്നുവെന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി മുന്നിൽ നിന്നപ്പോൾ ജനം തിരിച്ചും ലീഗിനെ നെഞ്ചിലേറ്റിയെന്നുമാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള പ്രസ്താവനകളേക്കാൾ ജനവിശ്വാസത്തിനാണ് പ്രസക്തിയെന്നും ഷാജി ഓർമ്മിപ്പിച്ചു. UDFന്റെ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ കേരളത്തിന്റെ ഭരണ നേതൃത്വത്തെ നിശ്ചയിക്കുന്നതിനായുള്ള അതിനിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്. പുതിയ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിനായി കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ഒത്തുചേരും. ഹൈക്കമാൻഡ് പ്രതിനിധികളായ അജയ് മാക്കൻ, മുകുൾ വാസ്നിക് എന്നിവർ നിരീക്ഷകരായി ഇതിനോടകം തന്നെ കേരളത്തിൽ എത്തിക്കഴിഞ്ഞു. ഇവർ ഓരോ MLAമാരുമായും വ്യക്തിപരമായി സംസാരിക്കുകയും മുതിർന്ന നേതാക്കളുടെയും ഘടകകക്ഷികളുടെയും അഭിപ്രായങ്ങൾ തേടുകയും ചെയ്യും. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും അപ്പുറം പ്രവർത്തന മികവിനും മെറിറ്റിനും മുൻഗണന നൽകിക്കൊണ്ട് മാത്രമേ നേതൃത്വത്തെ നിശ്ചയിക്കാവൂ എന്ന രാഹുൽ ഗാന്ധിയുടെ കർശനമായ നിർദ്ദേശം ഇത്തവണത്തെ ചർച്ചകളിൽ വലിയ സ്വാധീനം ചെലുത്താനാണ് സാധ്യത. ഭരണത്തിന്റെ ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയും ഘടകകക്ഷികളിൽ നിന്നുള്ള മന്ത്രിമാരും മാത്രം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാനാണ് നിലവിലെ ധാരണ. കോൺഗ്രസിൽ നിന്നുള്ള മന്ത്രിമാരുടെ കാര്യത്തിൽ ജാതിമത പ്രാദേശിക പരിഗണനകൾ കൂടി വിലയിരുത്തി ഹൈക്കമാൻഡ് നടത്തുന്ന വിശദമായ ചർച്ചകൾക്ക് ശേഷമേ അന്തിമ പ്രഖ്യാപനം ഉണ്ടാകൂ. ഇതോടെ വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ തോതിലുള്ള ചർച്ചകൾക്കും മാറ്റങ്ങൾക്കും ഈ നീക്കങ്ങൾ വഴി തുറക്കും. ചുരുക്കത്തിൽ UDFന്റെ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ VD സതീശന് ലഭിക്കുന്ന വർദ്ധിച്ച പിന്തുണയും മുസ്ലിം ലീഗിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു ഐക്യത്തിന്റെ സൂചനയാണ് നൽകുന്നത്. വ്യക്തിപരമായ താല്പര്യങ്ങളെക്കാൾ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയ്ക്കും ഭരണ മികവിനും മുൻഗണന നൽകണമെന്ന സന്ദേശമാണ് KM ഷാജിയുടെ വാക്കുകളിലും ഹൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങളിലും പ്രതിഫലിക്കുന്നത്. വരും ദിവസങ്ങളിൽ സതീശന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ഗ്രൂപ്പ് പോരുകൾക്കപ്പുറം വികസനത്തിനും ജനക്ഷേമത്തിനുമായിരിക്കും മുന്നണി പ്രാധാന്യം നൽകുക എന്ന് ഈ നീക്കങ്ങൾ വ്യക്തമാക്കുന്നു.